ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വചന വിചിന്തനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാൻ്റെ സ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. ഈ തലമുറയെ എന്തിനോട് ആണ് ഞാൻ ഉപമിക്കേണ്ടത്? അവർ ആരെ പോലെയാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ് അവർ. പ്രിയപ്പെട്ടവരെ, ഈ സ്നാപക യോഹന്നാൻ്റെ ജ്ഞാനസ്ഥാനം സ്വീകരിക്കാതെ ദൈവഹിതം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി മാറ്റിയ ഫരിസേയരും നിയമജ്ഞരെയും കുറിച്ചാണ് ഇവിടെ യേശുനാഥൻ ഇപ്രകാരം പറയുന്നതായിട്ട് കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ, ഫങ്ഷൻസും ഒക്കെ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ പിള്ളേരുകൾ ഒന്നിച്ചുകൂടി നിന്നുകൊണ്ട് കളിക്കാറുണ്ട്. അവർ കളിക്കുമ്പോൾ കറിയൊക്കെ വെച്ച് കളിക്കും. അതിങ്ങനെ സാങ്കല്പികമായിട്ട് അവർ കളിക്കുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ യഹൂദരുടെ ഇടയിൽ യേശുനാഥൻ്റെ സമയത്ത് കുഞ്ഞുങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കളിക്കുന്ന 2 കളികളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് വായിച്ച് കേൾക്കുവാൻ സാധിച്ചത്. അത് വിവാഹ വീടുകളിലും മരണ വീടുകളിലും എന്താണ് ചെയ്യുന്നത്? അതുപോലെയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് സാങ്കല്പികമായിട്ട്. ഉദാഹരണമായിട്ട് ഇവിടെ 31-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഇത് വിവാഹ വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണ്. കുഴലൂത്തുകാരുണ്ട്, നൃത്തം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സാധാരണയായി ആൺകുട്ടികൾ ഊതും, അപ്പോൾ പെൺകുട്ടികൾ നൃത്തം ചെയ്യണം. ഇനി ഈ 2 കൂട്ടരിൽ ആരാണ് നന്നായിട്ട് ചെയ്യുന്നത്? ആൺകുട്ടികൾ കുഴലൂതുന്നവരെ പോലെ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കും സാങ്കല്പികമായിട്ട്. അപ്പോൾ പെൺകുട്ടികൾ നൃത്തം ചെയ്യേണ്ടിയിരുന്നു. എന്തും പറഞ്ഞ പോലെയാണ് മരണ വീടുകളിൽ അങ്ങനെ വിലാപഗാനം ആലപിക്കുമ്പോൾ കരയുന്ന ജനം. അപ്പോൾ ആൺകുട്ടികൾ സാങ്കല്പികമായിട്ട് വിലാപഗാനം ആലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടികൾ കരയുകയാണ് വേണ്ടത്, നിലവിളിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കുട്ടികളുടെ കളികളാണ്. അതാണ് ഇപ്രകാരം പറയുന്നത്, കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെ എന്ന്. അപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സഹകരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് കുട്ടികളോട് ചോദിക്കുന്നത് പോലെയാണ് ഫരിസേയരും നിയമജ്ഞരും ദൈവരാജ്യത്തെ തള്ളിക്കളയുന്നത് എന്നുള്ളതാണ്. കാരണം യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവനെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നപ്പോൾ ഇവൻ ഭോജനപ്രിയനും മദ്യപാനനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യനെന്ന് വിളിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ ഇപ്രകാരം പിതാവായ ദൈവം അയച്ചവരെ തിരസ്കരിക്കുന്നതിലൂടെ സ്വർഗരാജ്യം തന്നെയാണ് അവർ തിരസ്കരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും നിയോഗങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അവ ദൈവം ശ്രവിച്ചില്ല എന്ന മട്ടിൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ ആയിട്ടുള്ള സമയമുണ്ട്, രീതികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട്. അതിനായിട്ട് അവനോട് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. അവനെ കുറ്റപ്പെടുത്തുകയല്ല.
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും